നേരത്തെ പറഞ്ഞിരുന്നു ജനകീയ തെരച്ചിൽ ആരംഭിക്കുമെന്ന് 8 മണിയോടുകൂടി ആരംഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഉടൻ തന്നെ ആ തെരച്ചിൽ ആരംഭിക്കാനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം ഈ സ്ഥലത്ത് നിന്ന് സൈന്യം പൂർണ്ണമായി മടങ്ങിയിട്ടുണ്ട്. 3 സൈനിക ഉദ്യോഗസ്ഥർ മാത്രമായിരിക്കും ഇനി ഈ സ്ഥലത്ത് തുടരുക എന്ന വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ബെയിലി പാലത്തിൽ നിന്ന് അർജുൻ കല്യാടാണ് ഇതിന്റെ വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. അർജുൻ, നേരത്തെ പറഞ്ഞിരുന്നു 8 മണിയോടുകൂടി ആയിരിക്കും ആരംഭിക്കുക ഈ തെരച്ചിൽ എന്ന്. എന്തായാലും ജനകീയ തെരച്ചിൽ ആരംഭിക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. ഒപ്പം ഈ സൈന്യം മടങ്ങിയതുമായി ബന്ധപ്പെട്ട് 3 സൈനിക ഉദ്യോഗസ്ഥർ മാത്രമാണ് സ്ഥലത്ത് തുടരുക എന്നുകൂടി അറിയുന്നുണ്ട്. അർജുൻ കല്യാടിലേക്ക് നമുക്ക് ഉടൻ തന്നെ പോകാം. വയനാട്ടിലെ ദുരന്തബാധിത പ്രദേശങ്ങളിൽ ജനകീയ തിരച്ചിലാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കുന്നത് പോലെ തന്നെ വെള്ളിയാഴ്ചയായിരുന്നു ജനകീയ തിരച്ചിൽ നടന്നിരുന്നത്. അന്ന് പക്ഷേ ഉച്ചവരെ നടത്താനേ സാധിച്ചിരുന്നുള്ളൂ. ഇന്നിപ്പോൾ യെല്ലോ അലേർട്ട് വയനാട്ടിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴ പ്രതിസന്ധിയായി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അത് തിരച്ചിലിനെ ബാധിക്കാത്ത വിധത്തിൽ വേഗത്തിൽ തിരച്ചിൽ പൂർത്തിയാക്കും. പരമാവധി വൈകുന്നേരം വരെ തിരച്ചിൽ ഉണ്ടാകുമെന്നാണ് റവന്യൂ മിനിസ്റ്റർ കെ രാജൻ അല്പസമയം മുമ്പ് റിപ്പോർട്ടറിനോട് വ്യക്തമാക്കിയിട്ടുള്ളത്. അർജുൻ കല്യാട് നമുക്കൊപ്പം ചേരുകയാണ്. അർജുൻ, ഉടൻ ആരംഭിക്കും എന്ന് പറയുമ്പോൾ അവിടേക്ക് ഈ സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിക്കഴിഞ്ഞു. ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ള അന്തേവാസികൾ ഉൾപ്പെടെ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. എന്താണ് അർജുന് കാണാനാകുന്നത്? അർജുൻ, എനിക്ക് തോന്നുന്നു ബെയിലി പാലത്തിന്റെ അവിടെയാണ് നിൽക്കുന്നതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും പിന്നിൽ, അതായത് സന്നദ്ധ പ്രവർത്തകരെല്ലാം ഇവിടത്തേക്ക് എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം, നിരവധിയായിട്ടുള്ള സന്നദ്ധ പ്രവർത്തകർ ഇത്തരത്തിൽ എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ ക്യാമ്പിലുള്ളവർ പലരും ഇത്തരത്തിൽ ഇവിടത്തേക്ക് എത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില വിമുഖത പ്രകടിപ്പിച്ചിരുന്നു. 90ഓളം പേർ ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ രജിസ്റ്റർ ചെയ്തെങ്കിലും അത്രത്തോളം പേർ കഴിഞ്ഞ ദിവസം, അതായത് വെള്ളിയാഴ്ചത്തെ ജനകീയ തിരച്ചിലിൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് കുറച്ചുകൂടി പേർ, അതായത് ഈ ജനകീയ തിരച്ചിലിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസത്തിൽ ജനകീയ തെരച്ചിലിന്റെ ഭാഗമായി പങ്കെടുക്കുമെന്നുള്ളതാണ് മനസ്സിലാകുന്നത്. പോലീസ് എല്ലാ വളണ്ടിയർമാരെയും കൃത്യമായി പരിശോധിച്ചതിന് ശേഷം, നേരത്തെ തന്നെ മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളതാണ്, അതായത് ഇങ്ങനെ പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഇവിടത്തേക്ക് കടത്തിവിടുക എന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുള്ളതുമാണ്. ഇങ്ങനെ ഏതെങ്കിലും കാരണവശാൽ ഈ ടൂറിസം മോഡലിൽ ഇവിടത്തേക്ക് ഈ സ്ഥലം കാണുന്നതിന് വേണ്ടി നിരവധിയായിട്ട് ആൾക്കാർ പല മേഖലയിലും എത്തും. അപ്പോൾ അത്തരത്തിലുള്ള ആരെയും അനുവദിക്കാതെ കൃത്യമായി വളണ്ടിയർമായി സ്വയം സന്നദ്ധരായി എത്തുന്നവരെ മാത്രമാണ് ഈ മേഖലയിലേക്ക് കടത്തിവിടുക എന്നുള്ളത് കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇന്നും ആ രീതിയിലുള്ള ഒരു ക്രമീകരണമാണ് ഇവിടെ ഏർപ്പാടാക്കിയിട്ടുള്ളത്. റവന്യൂ വകുപ്പിന്റെ പ്രത്യേകമായിട്ടുള്ള കേന്ദ്രത്തിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും ഇവിടത്തേക്ക് കടത്തിവിടുക. ഒരുപാട് സന്നദ്ധ പ്രവർത്തകർ ഇവിടെ ഉണ്ട്. നിങ്ങൾ എവിടെ നിന്ന് വരുന്നവരാ? കോഴിക്കോട്. എപ്പോൾ കുറേ ദിവസമായി വന്നിട്ട്? അതെ, എത്ര ദിവസമായി? നിങ്ങൾ എവിടുന്നാ? കോഴിക്കോട്. രാവിലെ വന്നു. അപ്പോൾ ഈ ജനകീയ തിരച്ചിലിന്റെ ഭാഗമായി ഇന്നൊരു ഞായറാഴ്ചയും കൂടെ ആയതുകൊണ്ട് എല്ലാവരും കൂടി ഒരുപാട് പേരുണ്ടല്ലേ നിങ്ങൾ? SK ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുക ഒരുപാട് ആൾക്കാർ നടന്നു പോകുന്നത് നമുക്ക് കാണാം. 1ഉം 2ഉം പേരൊന്നുമല്ല. ഇന്നിപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു ഒരുപാട് ആൾക്കാർ ഈ തിരച്ചിലിന്റെ ഭാഗമായി എത്തുമെന്നുള്ളതാണ്. സാധാരണ രീതിയിൽ ഈ തിരച്ചിലിൽ എത്താറുള്ളത് ഈ പറയുന്ന രീതിയിൽ പുരുഷന്മാരാണ് കൂടുതലായി എത്താറുള്ളതെങ്കിൽ കൂടി ഇപ്പോൾ നമുക്ക് കുറച്ച് സ്ത്രീകൾ കൂടി സ്വയം സന്നദ്ധ പ്രവർത്തകരായി ഇവിടത്തേക്ക് എത്തിയിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. IRWയുടെ ആൾക്കാരാണ്. നിങ്ങൾ എവിടെ നിന്ന് വരുന്നവരാ ചേച്ചി? നിങ്ങൾ എവിടെ നിന്ന് വരുന്നവരാ? ഞങ്ങൾ തിരൂര്. അവിടെ ഞങ്ങൾ ആൾക്കാരൊക്കെ ഉണ്ട്, എല്ലാവരും എല്ലാ ദിവസങ്ങളും. രീതിയിലേ സാധാരണ ഈ തെരച്ചിലിന്റെ ഭാഗമായി ഒരുപാട് പുരുഷന്മാർ ഇതിന്റെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ടെങ്കിൽ കൂടി നിങ്ങൾ സ്ത്രീകളും കൂടി ഒരു കരുത്ത്. ഞങ്ങൾക്ക് അതിന് വേണ്ടി പ്രത്യേക ട്രെയിനിങ് ഒക്കെ തന്നിട്ടുണ്ട്. ഈ 10 ദിവസം ഞങ്ങൾ ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ജനകീയ തെരച്ചിലിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ചൂരൽമലയിലേക്ക് വരുന്നത്. ഇതുവരെ മോർച്ചറിയിലേയും ഞങ്ങളുടെ സേവനം, ക്യാമ്പുകളിലും, മേപ്പാടി മോർച്ചറിയും, അതേപോലെ MSAയിലും, അതേപോലെ കമ്മ്യൂണിറ്റി ഹാളിലും. മൊത്തത്തിൽ നിങ്ങൾ ഈ സംഘത്തിൽ എത്ര പേരുണ്ട്? ഞങ്ങൾ കോഴിക്കോട് ജില്ലയിൽ വനിതകൾ 32 പേരുണ്ട്. അതിന് പുറമെ ആൾക്കാർ. ചേട്ടൻ എവിടുന്നാ? ഞങ്ങള് തിരൂരല്ലേ? മലപ്പുറം തിരൂര്. ഇന്നിപ്പോ ജനകീയ തിരച്ചിലിന്റെ ഭാഗമായി പങ്കെടുക്കുക കൂടിയാണ്. ഇതിപ്പോ വെള്ളമൊക്കെ ചുമന്ന് നമ്മൾ കൊണ്ടുപോകണോ? വെള്ളം അവിടെ കിട്ടാൻ പ്രയാസമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് കൊണ്ടുപോകണം എന്നുള്ളൊരു. അല്ല, സാധാരണ ഇതിൽ ഇങ്ങനെ റവന്യൂ വകുപ്പിന്റെ വാഹനമൊക്കെ അങ്ങോട്ട് വരുന്നതാണല്ലോ. ഇത് നിങ്ങൾ ചുമന്ന് കൊണ്ടുപോകണോ? അല്ല, അവിടെ എത്താൻ പ്രയാസമാണെങ്കിൽ ബുദ്ധിമുട്ടാണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എവിടെയാണ് എത്തിപ്പെടാന്നുള്ളത് പറയാൻ പറ്റില്ലല്ലോ. ഓരോ ഭാഗത്താണ് ഇപ്പോൾ അലോട്ട് ചെയ്തേക്കുന്നത് അല്ലേ? അതെ. ഈ റോഡില്ലാത്ത ഭാഗങ്ങളിലേക്ക് പോലും തെരച്ചിലിന് പോകുമ്പോൾ അത് മുന്നിൽ കരുതുക എന്നുള്ളത്. അതെ, അത്രേ ഉള്ളൂ.
ഇങ്ങനെ നിരവധിയായിട്ടുള്ള ആൾക്കാർ ഈ ജനകീയ തെരച്ചിലിൻ്റെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട്. റവന്യൂ വകുപ്പിൻ്റെ വാഹനങ്ങൾ ഭക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചിലയിടങ്ങളിൽ എത്തുന്നില്ല എന്നുള്ളൊരു പരാതി മുമ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ റോഡിന് വശങ്ങളിലൊക്കെ വളരെ പെട്ടെന്ന് ഭക്ഷണവും സാധനങ്ങളും സാമഗ്രികളൊക്കെ വളരെ പെട്ടെന്ന് എത്തും. പക്ഷേ റോഡിൽ നിന്ന് താഴേക്കിറങ്ങി ഈ പുഞ്ചിരിമട്ടത്തും മുണ്ടക്കയുടെ നേരെ എതിർവശത്തുമൊക്കെ പോകുന്ന ഘട്ടത്തിൽ ഇത്തരത്തിൽ ഭക്ഷണങ്ങൾക്കൊക്കെ ചെറിയ അല്ലെങ്കിൽ കുടിവെള്ളം കിട്ടുന്ന, അതുകൊണ്ടായിരിക്കണം ഈ ചേട്ടൻ ഇങ്ങനെ ഈ കുടിവെള്ളം ചുമന്ന് സഞ്ചരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സന്നദ്ധ പ്രവർത്തകരോടൊപ്പം തന്നെ NDRFിൻ്റെ സംഘവുമെല്ലാം നമുക്കിവിടെ കാണാം. NDRFിൻ്റെ സംഘവുമെല്ലാം ഈ തിരച്ചിലിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ലൈനപ്പൊക്കെ ചെയ്ത് അതിനുശേഷമായിരിക്കും ഇവിടെ നിന്ന് ഈ ബെയിലി പാലത്തിലൂടെ മറുകരയിലേക്ക് പോവുക. കൃത്യമായ തോതിൽ ഈ 6 സോണുകളിൽ ഓരോ സോണുകളിലും ഈ പറയുന്ന NDRFിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും സംഘങ്ങളോടൊപ്പം തന്നെ സ്വയം സന്നദ്ധമായി എത്തുന്ന പ്രവർത്തകരെയും വിന്യസിച്ചുകൊണ്ട് കൃത്യമായ തോതിൽ അവരെ ഇത്ര സംഘം ഇന്ന മേഖലകളിലാണ് പ്രവർത്തിക്കേണ്ടതെന്ന് കൃത്യമായി ആ വിധത്തിലുള്ള മുന്നറിയിപ്പുകൾ, ആ വിധത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഏതെല്ലാം സ്ഥലങ്ങളിലാണ് പ്രവർത്തിക്കേണ്ടത്, എവിടെയെല്ലാം ആയിരിക്കും തിരച്ചിൽ നടത്തേണ്ടത് എന്ന് സംബന്ധിച്ച് കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അർജുൻ്റെ ആ ക്യാമറയ്ക്ക് ചെറിയൊരു റേഞ്ച് പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അർജുൻ, കേൾക്കാമോ? അർജുൻ, കേൾക്കാം. അതായത് നമുക്കിപ്പോൾ NDRFിൻ്റെ ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥർ, മറുഭാഗത്ത് പോലീസിൻ്റെ സേനാംഗങ്ങൾ കൂടി ഈ തിരച്ചിലിൻ്റെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട്. സുരക്ഷ ഒരുക്കുക എന്നുള്ളതിൽ അപ്പുറത്ത് പോലീസ് സേനാംഗങ്ങൾ കൂടി ഈ തിരച്ചിലിൻ്റെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട്. ഈ ഫയർഫോഴ്സിൻ്റെ സേനാംഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായി നമ്മൾ പറയേണ്ടത് ഈ സിവിൽ ഡിഫൻസ് എന്ന് പറയുന്ന സ്വയം സന്നദ്ധമായി എത്തുന്ന ഫയർഫോഴ്സിൻ്റെ ഒരു കരുത്തായി നിൽക്കുന്ന ഈ വളണ്ടിയർമാരെ പറയും. നിങ്ങളിപ്പോൾ ഏത് സ്ഥലത്ത് നിന്ന് വരുന്നവരാ? പാലക്കാട്. സിവിൽ ഡിഫൻസിൻ്റെ ആൾക്കാരാണ്? അതെ. നിങ്ങളുടെ സിവിൽ ഡിഫൻസിൻ്റെ ഭാഗമായി ഒരുപാട് ആൾക്കാർ ഈ തെരച്ചിലിൻ്റെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ടല്ലേ? വിവിധ ജില്ലകളിൽ, എല്ലാ ജില്ലകളിൽ നിന്നും വരുന്നുണ്ട്. നിങ്ങൾ ഈ സർക്കാരിന്റെ സ്റ്റാഫ് ഒന്നും അല്ലല്ലോ അല്ലേ? സ്വയം സന്നദ്ധമായി നിൽക്കുന്നതിനോടൊപ്പം നിൽക്കുന്ന ഒരു ടീമാണല്ലേ? ഒപ്പം നിൽക്കുന്ന ടീം, ഫയർഫോഴ്സിന്റെ സപ്പോർട്ടിംഗ് ആയിട്ട് നിൽക്കുന്ന ടീം. സർക്കാർ ഉദ്യോഗസ്ഥരാണ്. തരത്തിൽ വളണ്ടിയർ വർക്കാണ്. പാലക്കാട് അല്ല ഇവര് ഞങ്ങൾ വടക്കഞ്ചേരി, പാലക്കാട് വടക്കഞ്ചേരി. ഞങ്ങൾ ഇന്നലെ രാത്രി വന്നു. ഈ തെരച്ചിലിന് അങ്ങോട്ടേക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾക്കൊക്കെ എന്താ പറയുക, നമുക്ക് എല്ലാവരും വൈകാരികമായിട്ടുള്ള ഒരു അനുഭവമാണ്. ഏത് മേഖലയിലും ആൾക്കാരിങ്ങനെ എവിടെയാണ് ഒരു മൃതദേഹം ഉണ്ടാകുക എന്നൊക്കെ. അതെ. നമ്മുടെ ഡ്യൂട്ടീൻ്റെ ഭാഗമാണെങ്കിൽ കൂടിയിട്ട് നമ്മളത് വൈകാരികമായിട്ട് തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മുടെയൊക്കെ ഒരു എന്താ പറയുക വികാരം നമുക്ക് സ്വയം നിയന്ത്രിക്കാൻ പറ്റാത്ത വീട്ടിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അതേ വൈകാര്യമായിട്ട് തന്നെയാണ് നമ്മളതിനെ കാണുന്നത്. നമ്മളൊക്കെ എന്താ പറയുക പ്രവർത്തനത്തിൻ്റെ ഭാഗമാണെങ്കിൽ കൂടി നമ്മളൊക്കെ പലപ്പോഴും വികാരം കടിച്ചമർത്തിക്കൊണ്ടാണ് ഈ പ്രവർത്തനത്തിൽ നിങ്ങളെപ്പോലുള്ളവരും നമ്മളെപ്പോലുള്ളവരും ഒക്കെ പങ്കെടുക്കുന്നത്. തീർച്ചയായും ഇതെല്ലാം ഒരു നാടിനുണ്ടാകുന്ന ഒരു മഹാദുരന്തം തന്നെയല്ലേ. ഇത് ഒറ്റക്കെട്ടായി നമ്മൾ നിൽക്കുക എന്നത് തന്നെയാണ് ഇപ്പോഴത്തെ. നമ്മളിപ്പോൾ അന്ന് കോള്